അറബിക്കടലിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം പുതിയൊരു തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേനയുടെ കനത്ത വെല്ലുവിളികളെയും ഉപരോധങ്ങളെയും കാറ്റിൽ പരത്തിക്കൊണ്ട് ഇറാന്റെ എണ്ണക്കപ്പലായ സിലി സിറ്റി വിജയകരമായി ഇറാനിയൻ സമുദ്രപരിധിയിൽ പ്രവേശിച്ചു. ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഈ സംഭവം അമേരിക്കയുടെ ഉപരോധം എത്രത്തോളം ഫലപ്രദമാണെന്ന ചോദ്യം ഉയർത്തുന്നതോടൊപ്പം ഇറാന്റെ വർദ്ധിച്ചുവരുന്ന സൈനിക കരുത്തിന്റെ തെളിവായിട്ടുമാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ ഔദ്യോഗിക നാവികസേനയുടെ നേരിട്ടുള്ള സംരക്ഷണത്തിലാണ് സിലി സിറ്റി ഇറാനിലെത്തിയത് എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. തങ്ങളുടെ കപ്പലുകളെ ആരെങ്കിലും തടയാൻ ശ്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് വെറും ഭീഷണിയല്ലെന്ന് ഈ നീക്കത്തിലൂടെ അവർ തെളിയിച്ചു. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടലിൽ കാവൽ നിൽക്കുമ്പോൾ തന്നെ ഇത്തരമൊരു നീക്കം നടത്തിയത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ധീരമായ വെല്ലുവിളിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കാലാവധി ചില നിബന്ധനകളോടെ നീട്ടിയിട്ടുണ്ടെങ്കിലും ഇറാനുമേലുള്ള ഉപരോധം മാറ്റാൻ തയ്യാറായിട്ടില്ല. ഈ ഉപരോധത്തെ സാമ്പത്തിക യുദ്ധമായിട്ടാണ് ഇറാൻ കാണുന്നത്. തങ്ങളുടെ ജീവസന്ധാരണത്തെ ബാധിക്കുന്ന ഉപരോധങ്ങളെ സൈനികമായി തന്നെ നേരിടുമെന്ന സന്ദേശമാണ് സിലി സിറ്റിയുടെ കടന്നുവരവിലൂടെ അവർ നൽകിയത്. ഇത് മേഖലയിലെ സംഘർഷാവസ്ഥയെ വീണ്ടും വഷളാക്കിയിരിക്കുകയാണ്. സിലി സിറ്റി മാത്രമല്ല, മറ്റു പല ഇറാനിയൻ കപ്പലുകളും സമാനമായ രീതിയിൽ ഉപരോധം ലംഘിച്ച് സഞ്ചരിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടതും കപ്പലുകൾ പാത മാറ്റുന്നതും അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എണ്ണ വിതരണത്തിലുണ്ടാകുന്ന ഓരോ തടസ്സവും ആഗോള വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാകുന്നുണ്ട്. അറബിക്കടലിൽ ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു കപ്പലിന്റെ യാത്രയല്ല, മറിച്ച് രണ്ട് വൻ ശക്തികളുടെ ബുദ്ധിശക്തിയും തന്ത്രങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ്. അമേരിക്കൻ ഉപരോധം വകവയ്ക്കാതെ മുന്നോട്ടു പോകാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നത് അവരുടെ ആത്മവിശ്വാസമാണ്. സ്വന്തം നാവികസേനയുടെ കനത്ത സുരക്ഷയിലാണ് തങ്ങൾ നീങ്ങുന്നതെന്ന് ഇറാൻ ലോകത്തെ അറിയിച്ചു കഴിഞ്ഞു. ഇറാൻ പുതിയ യുദ്ധക്കള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന മുന്നറിയിപ്പ് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. കടലിലെ ആക്രമണങ്ങൾക്കായി ഡ്രോണുകളെയും മിസൈലുകളെയും ഇറാൻ സജ്ജമാക്കിയിട്ടുണ്ട്. പരമ്പരാഗത യുദ്ധരീതികളിൽ നിന്ന് മാറി ശത്രുവിനെ അപ്രതീക്ഷിതമായി ആക്രമിക്കുന്ന തന്ത്രങ്ങളായിരിക്കും ഇറാൻ ഇനി പയറ്റുക എന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഇപ്പോൾ നിലനിൽക്കുന്ന വെടിനിർത്തൽ വളരെ ദുർബലമാണെന്ന് സിലി സിറ്റിയുടെ ഈ നീക്കം വ്യക്തമാക്കുന്നുണ്ട്. സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ സൈനികമായ വെല്ലുവിളികൾ തുടരുന്നത് ചർച്ചകളുടെ അന്തരീക്ഷത്തെ ബാധിക്കും. ഏത് നിമിഷവും ഒരു ചെറിയ തീപ്പൊരി പശ്ചിമേഷ്യയിൽ വലിയൊരു യുദ്ധാഗ്നി പടർത്താൻ പര്യാപ്തമാണ്. അമേരിക്കൻ നാവികസേന അറബിക്കടലിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകളെ പിടിച്ചെടുക്കാനുള്ള ഉത്തരവ് അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇറാന്റെ നേരിട്ടുള്ള സൈനിക സുരക്ഷയുള്ള കപ്പലുകളെ തൊടുന്നത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. ഈ അനിശ്ചിതാവസ്ഥയാണ് ഇറാൻ പ്രയോജനപ്പെടുത്തുന്നത്. ആഗോള എണ്ണ കമ്പനികൾ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. അറബിക്കടലിലൂടെയും ഹോർമൂസ് കടലിടുക്കിലൂടെയുമുള്ള യാത്രകൾക്ക് ഇൻഷുറൻസ് തുക കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്നു. ഉപരോധം ഇറാനെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് ആഗോള വിപണിയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം സിലി സിറ്റിയുടെ വിജയം വലിയൊരു പ്രചോദനമാണ്. തങ്ങളുടെ എണ്ണ വിൽക്കാനും അത് സുരക്ഷിതമായി എത്തിക്കാനും തങ്ങൾക്ക് കരുത്തുണ്ടെന്ന് അവർ സ്വന്തം ജനതയ്ക്ക് മുന്നിൽ തെളിയിച്ചു. ആഭ്യന്തരമായി ഭരണകൂടത്തിന് കിട്ടുന്ന വലിയൊരു കയ്യടിയാണിത്. ട്രംപ് ഭരണകൂടം ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഉപരോധം കൂടുതൽ കർക്കശമാക്കാനോ അല്ലെങ്കിൽ സൈനികമായി ഇടപെടാനോ ട്രംപ് തീരുമാനിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. തന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചേക്കാം. കടലിൽ നടക്കുന്ന ഈ നിഴൽ യുദ്ധം കേവലം എണ്ണക്കപ്പലുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ആശയവിനിമയ സംവിധാനങ്ങളെ തകർക്കുന്ന സൈബർ യുദ്ധങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട്. ശത്രുവിന്റെ കപ്പലുകളെ കണ്ടെത്താനും അവയുടെ ഗതി മാറ്റാനും അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഇരുപക്ഷവും ഉപയോഗിക്കുന്നത്. സിലി സിറ്റിയുടെ പ്രവേശനം ഇറാന്റെ അയൽ രാജ്യങ്ങളെയും ആലോചനയിൽ ആഴ്ത്തിയിട്ടുണ്ട്.
ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ സമുദ്രപരിധിയിലെ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇറാന്റെ സൈനിക നീക്കങ്ങൾ തങ്ങളെയും ബാധിക്കുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ മേഖലയിലെ എല്ലാ രാജ്യങ്ങളും യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരും. വെടിനിർത്തൽ നീട്ടിയത് സമയം ലാഭിക്കാനാണോ അതോ യഥാർത്ഥത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ചർച്ചകൾ മുടന്തി നീങ്ങുമ്പോൾ ഇറാൻ തങ്ങളുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നത് സംശയങ്ങൾക്ക് ഇട നൽകുന്നു. അമേരിക്കയാകട്ടെ ഉപരോധം എന്ന ആയുധം കൈവിടാൻ തയ്യാറല്ല. നയതന്ത്ര ലോകത്ത് സിലി സിറ്റിയുടെ വാർത്ത ഒരു വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. ഉപരോധങ്ങളെ അതിജീവിക്കാൻ ലോകത്തിലെ മറ്റു രാജ്യങ്ങളും ഇറാനുമായി രഹസ്യധാരണകളിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇറാന്റെ എണ്ണയ്ക്ക് ആവശ്യക്കാർ ഉള്ളിടത്തോളം കാലം ഉപരോധങ്ങൾ പൂർണ്ണമായും വിജയിപ്പിക്കുക എന്നത് അമേരിക്കയ്ക്ക് വെല്ലുവിളിയായിരിക്കും. ഇറാന്റെ നാവികസേന അറേബ്യൻ കടലിൽ നടത്തുന്ന ഈ കരുത്തു പ്രകടനം ആഗോള ശക്തികൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ തങ്ങൾ പ്രാപ്തരാണെന്ന് അവർ ഓരോ നീക്കത്തിലൂടെയും വ്യക്തമാക്കുകയാണ്. സിലി സിറ്റി ഇപ്പോൾ ഇറാനിയൻ തുറമുഖങ്ങളിൽ സുരക്ഷിതമായി എത്തിയത് ആ മുന്നറിയിപ്പിന്റെ ഭാഗമാണ്. അറേബ്യൻ കടലിലെ തിരമാലകൾക്ക് ഇപ്പോൾ യുദ്ധത്തിന്റെ മണമാണ്. ഓരോ ദിവസവും പുതിയ വെല്ലുവിളികളും പ്രസ്താവനകളും പുറത്തു വരുന്നു. സമാധാനത്തിനായുള്ള അവസാന ശ്രമങ്ങളും പരാജയപ്പെട്ടാൽ അത് ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക സംഘർഷങ്ങളിൽ ഒന്നായി മാറും. പശ്ചിമേഷ്യയിലെ ജനങ്ങൾ ഈ സാഹചര്യത്തെ വലിയ ഭീതിയോടെയാണ് കാണുന്നത്. യുദ്ധമുണ്ടായാൽ ഉണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങൾ ആർക്കും ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. സിലി സിറ്റിയെ പോലുള്ള കപ്പലുകളുടെ യാത്രകൾ സമാധാന അന്തരീക്ഷത്തെ കലുഷിതമാക്കുന്നുണ്ട്. എണ്ണ വിപണിയിലെ അനിശ്ചിതാവസ്ഥ മാറ്റാൻ ഒപെക് രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ നീക്കങ്ങൾ വിപണിയെ അസ്ഥിരപ്പെടുത്തുന്നു. സുരക്ഷിതമായ വിതരണ പാതകൾ ഉറപ്പാക്കുക എന്നത് ഇപ്പോൾ ലോകത്തിന്റെ ആവശ്യമാണ്. എന്നാൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിലാണെന്ന യാഥാർത്ഥ്യം അമേരിക്കയെയും പ്രതിരോധത്തിലാക്കുന്നു. സൈനിക വിശകലന വിദഗ്ധർ പറയുന്നത് ഇറാൻ തങ്ങളുടെ ആയുധപ്പുരയിൽ പുതിയ സർപ്രൈസുകൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇറാൻ നേടിയ പുരോഗതി അമേരിക്കൻ കപ്പലുകൾക്ക് വലിയ ഭീഷണിയാണ്. സിലി സിറ്റിക്ക് നൽകിയ സുരക്ഷ അതിന്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. ട്രംപിന്റെ നയതന്ത്രം പരാജയപ്പെടുകയാണോ എന്ന ചോദ്യവും ഇതിനോടൊപ്പം ഉയരുന്നുണ്ട്. കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഇറാന്റെ മനോവീര്യം തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മറിച്ച് കൂടുതൽ പ്രകോപനപരമായ നീക്കങ്ങൾ നടത്താനാണ് ഇറാൻ മുതിരുന്നത്. സിലി സിറ്റി ഇപ്പോൾ ഇറാന്റെ വിജയത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. ഉപരോധം ലംഘിച്ചെത്തിയ ആ കപ്പൽ ഇറാനിയൻ ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ അത് സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ വീണ്ടും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. യുദ്ധം ഒഴിവാക്കാൻ ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. പക്ഷേ സിലി സിറ്റി സംഭവത്തോടെ ഇരുപക്ഷവും കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് മാറാനാണ് സാധ്യത. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ലോകം പ്രാർത്ഥിക്കുന്നത് സമാധാനത്തിനു വേണ്ടിയാണ്. സൈനിക ബലപരീക്ഷണങ്ങൾക്കിടയിൽ മനുഷ്യത്വം വിസ്മരിക്കപ്പെടരുത്. സിലി സിറ്റിയുടെ യാത്ര ഒരു യുദ്ധത്തിന്റെ തുടക്കമാകരുത് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പശ്ചിമേഷ്യയിലെ ഈ നിഴൽ യുദ്ധം ഒരു വലിയ വഴിത്തിരിവിലാണ്. ഇറാന്റെ ധീരമായ നീക്കങ്ങളും അമേരിക്കയുടെ കർക്കശമായ നിലപാടുകളും തമ്മിലുള്ള ഈ പോരാട്ടം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല. സിലി സിറ്റി സുരക്ഷിതമായി എത്തിയെങ്കിലും അത് ബാക്കി വയ്ക്കുന്ന രാഷ്ട്രീയവും സൈനികവുമായ ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ ലോകത്തെ കൂടുതൽ ഉത്കണ്ഠയിലാഴ്ത്തും. സമാധാനത്തിനായുള്ള വഴി ഇനിയും അടഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുമ്പോഴും യുദ്ധത്തിന്റെ നിഴലുകൾ മേഖലയെ വിട്ടൊഴിയുന്നില്ല. ലോകം ഒരു നിർണായക നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇറാന്റെ സൈനിക തന്ത്രങ്ങൾ എത്രത്തോളം മാറ്റമുണ്ടാക്കുമെന്ന് വരും ദിവസങ്ങൾ തെളിയിക്കും.